ലാസ്റ്റ് ടോപ്പിക് ഓൾജിബ്രൈക് ഓപ്പറേഷൻ. എന്ത് ഓൾജിബ്രൈക് ഓപ്പറേഷൻ? പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, അത്രേ ഉള്ളൂ. പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ ആണ് ഓൾജിബ്രൈക് ഓപ്പറേഷൻ വിളിക്കാം. അപ്പോൾ എന്തിനാ സാർ പഠിക്കാൻ? ഇൻറ്റും പ്ലസും മൈനസും നമ്മൾ ഓൾറെഡി അറിയുന്നല്ലേ, നോക്കാം ഓൾറെഡി അറിയുമെന്നുള്ളതായി. ഞാനൊരു ചോദ്യം തരികയാണ്. 1.2 + 3.45 + 6.789 എന്ന് പറഞ്ഞ ചോദ്യം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ടിരുന്ന് അടിച്ചു നോക്കിയാൽ ചെയ്ത് നോക്കി. ഫോണിലെ കാൽക്കുലേറ്ററോ അല്ലാത്ത കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കിയാൽ. +1 +2 എത്തുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ നല്ല ശീലം ഉണ്ടായിരിക്കണം. ആർക്ക്? സ്റ്റേറ്റ് സിലബസുകാർക്ക് മാത്രം. CBSE-കാർക്ക് കാൽക്കുലേറ്ററില്ല. കാൽക്കുലേറ്റർ ഫോണിലോ അവർ അടിച്ചു നോക്കിയാൽ. അടിച്ചേ പറയും. ഇത് തന്നെയല്ലേ കിട്ടിയത്? അതന്നെ കിട്ടും. ഇത് കറക്റ്റാണോ? അതെ സാർ കാൽക്കുലേറ്റർ ഉള്ളതാണ്. ഞാൻ പറയും തെറ്റാണ്. ഞാനല്ല, ഫിസിക്സ് പറയും തെറ്റാണ്. അന്നേരം തെറ്റുണ്ടായില്ല. ആലോചിച്ച് നോക്ക്, ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? 1.2 ഉണ്ട്, 3.45 ഉണ്ട്, 6.789 ഉണ്ട്. ഇവൻ്റെ 3 പേരുണ്ട്, ആൻസറിന് 3 പേരുണ്ട്. പക്ഷെ ആദ്യം തന്ന നമ്പറിൽ ഒരാളേ ഉള്ളൂ ഡെസിമലിന് ശേഷം. അപ്പോൾ ഡെസിമലിന് ശേഷം ഒരാളേ ഉള്ളൂ, ഇവിടെ 2 ആളേ ഉള്ളൂ, ഇവിടെ 3 ആളുണ്ട്. അപ്പോൾ 3 ആൾക്കാരുള്ള ഇവനെ ഒരാളുള്ള ഇവനെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യുക? 6.789നും 1.2നും നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യും? 8ഉം 9ന്റെ കൂടെ എന്താ ആഡ് ചെയ്യാനുള്ളത്? ഒന്നും ആഡ് ചെയ്യാനില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്തത്? സാർ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തേ കത്ത് വെച്ചിട്ട് 0 ആരാ പറഞ്ഞത് ഇവിടെ 0 ആണെന്ന്? നിങ്ങളോട് ആരാ പറഞ്ഞത് 1.2ന് ശേഷം 0? ആരാ പറഞ്ഞത്? ആ മെഷർമെന്റ് ചെയ്ത ആൾക്ക്, ഇത് സെന്റിമീറ്റർ ആണെങ്കിൽ മെഷർമെന്റ് ചെയ്യേണ്ട ആൾക്ക് 1.2ന് ശേഷം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് 1.2 എഴുതി വെച്ചിരിക്കുന്നത്. ആരാ പറഞ്ഞത് നിങ്ങളോട് 0 ഇടാൻ വേണ്ടിയിട്ട്? അല്ലേ, ആലോചിക്കേണ്ട കാര്യമാണ്. ആരാ പറഞ്ഞ 0? ആരാ പറഞ്ഞ? പറ്റില്ല. അതുകൊണ്ടാണ് ദിസ് ആൻസർ ഈസ് റോങ്. സിഗ്നിഫിക്കൻസ് ഫിഗറിന്റെ നിയമപ്രകാരം ആൻസർ ഈസ് റോങ്. സാർ കറക്റ്റ് ആൻസർ എന്താ? കറക്റ്റ് ആൻസർ ഒന്നും ഇല്ല. എത്ര ആണേ വരാൻ പാടുള്ളൂ? ഡെസിമലിന് ശേഷം ഒരാളെ വരാൻ പാടുള്ളൂ. ഒരാളല്ലേ വരാൻ പാടുള്ളൂ.